MK രാഘവൻ MP ചേരുന്നു. ശ്രീ MK രാഘവൻ MP, താങ്കൾ ഈ സംഭവത്തെക്കുറിച്ച്, പേരാമ്പ്രയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് ശേഷം CKG കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യം നേടിയ വൻ വിജയമുണ്ട്. ആ വിജയത്തെ തുടർന്നാണ് ഈ അവിടെ പേരാമ്പ്രയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. CPM, DYFI, SFI പ്രവർത്തകർ കഴിഞ്ഞ 2 ദിവസമായി പേരാമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് KSUക്കാരെ മർദ്ദിക്കുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നു, കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വർക്കേഴ്സിനെല്ലാം ഇന്നലെ മിഞ്ഞാന്നും വല്ലാതെ ആക്രമിച്ച് അവരെ നിർദാക്ഷിണാക്രമിക്കായിരുന്നു. അതിനെ തുടർന്നാണ് UDF കമ്മിറ്റി ഇന്നൊരു ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഈ ഹർത്താലിന്റെ ഇന്ന് വൈകുന്നേരം UDF നടത്താൻ തീരുമാനിച്ച പ്രകടനം സ്വാഭാവികമായും പോലീസാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത്. പക്ഷെ ഇന്ന് പോലീസ് ചെയ്തത്, ഈ വൈകുന്നേര ദിവസം CPM നടത്തിയ ഒരു ജാഥയുണ്ട്. അതിൽ മുഴുവനും കൊലവിളിയോടുള്ള ജാഥയാണ്. ആ യാത്ര ഒരു ഭാഗത്ത് അവരെ കൊണ്ട് നടത്താൻ സമ്മതിപ്പിക്കുകയും മറുഭാഗത്ത് UDFയുടെ ജാഥ നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത പോലീസ് നടപടിയാണ് കാരണമായിട്ടുള്ളത്. പോലീസ് വളരെ, സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരിക്കലും കാണാൻ കഴിയാത്ത രീതിയിലാണ് പോലീസിന്റെ ഈ ഇന്നത്തെ അക്രമം. കാരണം കണ്ണിൽ കണ്ടവരെല്ലാവരും പോലീസ് അടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നമ്മുടെ വടകര ലോക്സഭാ അംഗം ഷാഫി ഗുരുതരമായി പരിക്കേറ്റത്. DCC പ്രസിഡന്റ് മർദ്ദനമേറ്റു. കണ്ണിൽ കണ്ട എല്ലാവരും പോലീസ് അടിച്ചിരുന്നു. പോലീസ് മാത്രമല്ല, CPM പ്രവർത്തകരും പ്രത്യേകിച്ച് ലൈറ്റെല്ലാം ഓഫാക്കി, KSEB ലൈറ്റ് ഓഫാക്കി. രാത്രി ആർക്കും ഒന്നും കാണുന്നില്ല. കാണുന്ന ആളുകളെ മുഴുവനും ആക്രമിച്ച് അടിച്ച് ഒരു വല്ലാത്ത ഒരു പരുവത്തിലെത്തിച്ച ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ ഒരു പോലീസിന്റെ നിയമവാഴ്ചയൊന്നുമല്ല, അവിടെ പോലീസിനെ തേറുവാഴ്ചയാണ് സത്യം പറഞ്ഞാലും പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പോലീസിന്റെയും CPMന്റെയും സംയുക്തമായ അക്രമമാണ് ഇന്നലെയും ഇന്നുമായി പേരാമ്പ്ര പട്ടണം സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ അതിശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകേണ്ട സമയം കൂടിയാണിത്. തീർച്ചയായും DYSP ഉൾപ്പെടെ ഏതാണ്ട് 6ഓളം പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ശ്രീ MK രാഘവൻ, വലിയ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു. പോലീസ് സാധാരണ ഉണ്ടാക്കുന്ന വിഷയമാണല്ലോ. പോലീസിന്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ പോലീസ് ന്യായീകരിക്കാൻ മാത്രമല്ലേ ശ്രമിക്കൂ, അതിന് കാരണം കണ്ടെത്തുള്ളൂ. അതാണല്ലോ ഈ പോലീസിന് പരിക്കെന്ന് പറയാൻ കാരണം. അത് പോലീസിനെ ആര് തൊടും? പോലീസിനെ ആർക്ക് തൊടാൻ സാധിക്കും? പോലീസ് ഇപ്പൊ പ്രകോപനമില്ലാതെ അടിച്ചമർത്തുന്നു ആളുകളെ, നിർദാക്ഷിണ്യം അടിക്കുന്നു. പോലീസ് ഒരു ഭാഗത്ത് അടിച്ച ആളുകളെ ഓടിക്കുന്നു, അതുപോലെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു 6 തവണ. അപ്പൊ പോലീസ് ഇതൊക്കെ ഒരു നാടകമാണ്. സത്യം പറഞ്ഞാൽ പോലീസ് ഉണ്ടാക്കിയ നാടകമാണ്. അതിന്റെ പോലീസിനെ പരിക്കെന്ന് പറയുന്നു. അതിന്റെ പേരിൽ UDF വർക്കേഴ്സിനെല്ലാം തന്നെ നോൺ വേരിയബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കാനുള്ള മാർഗമാണ് പോലീസ് കാണുന്നത്. നിങ്ങൾ ആലോചിക്കണം. വലിയ പ്രക്ഷോഭത്തിലേക്കാണോ ഇനി? എന്താ സംശയം? കാരണം APCC വർക്കിംഗ് പ്രസിഡന്റാണ് ശ്രീ ഷാഫി, MP ആണ്, ജനപ്രതിനിധിയാണ്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ ഈ പോലീസ് അതിക്രമത്തിനെതിരെയുള്ള ജനവികാരം അതിശക്തമായി ഉണ്ടാകും, ഒരു തർക്കം വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ MK രാഘവൻ MP ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതാണ് ശ്രീ MK രാഘവൻ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്, നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഷാഫി പറമ്പിൽ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ
സ്വർണം കട്ട കാര്യങ്ങൾ മായ്ക്കാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് എന്നതാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നതെങ്കിൽ പോലീസുകാർക്കെതിരെ ഉൾപ്പെടെ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നതാണ് നമ്മളോട് സംസാരിക്കുന്ന നേതാക്കൾ പറയുന്നത്. നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ഷാഫി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ ആകാൻ പോവുകയാണ്. എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നുണ്ടോ? പരിക്കിനെ സംബന്ധിച്ച് എന്താണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അകത്ത് ഷാഫിയെ കണ്ട നേതാക്കൾ ആരെങ്കിലും സംസാരിച്ചിരുന്നോ? പരിക്ക് അകത്തേക്ക് ഷാഫിയെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി ഡോക്ടർമാർ പരിശോധിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂക്കിന്റെ ഭാഗത്താണ് പൊട്ടൽ ഉള്ളത്. പക്ഷേ ആ പൊട്ടലിന്റെ ഒരു ഗുരുതരാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല. കാരണം പരിശോധനകൾ നടന്നു വരികയാണ്. സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളൊക്കെ നടത്തും. അതിനുശേഷം മാത്രമാവും ഉണ്ടാവുക. പക്ഷെ ഒരു ഗുരുതരാവസ്ഥയിലൊന്നും അല്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. മറ്റു പരിക്കേറ്റ പ്രവീൺ അടക്കമുള്ള അഭിജിത്ത് അടക്കമുള്ള ആൾക്കാർക്കും ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ പരിക്കുകൾ പറ്റിയിട്ടില്ല. മറ്റു ചില പ്രവർത്തകർക്ക് പരിക്കുകൾ സാരമായി പറ്റിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു. അവരിൽ ചിലർ പേരാമ്പ്രയിലെ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചിലരെ സ്വകാര്യ ആശുപത്രിയിൽ കോഴിക്കോട്ടേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തിനകം എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടേക്കാണ് പരിക്ക് പറ്റിയതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത കുറച്ച് സമയത്തിനുള്ളിൽ ഡോക്ടർമാരുടെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം നൽകും. എന്തായാലും ഒരു ഗുരുതരാവസ്ഥയിലല്ല അദ്ദേഹം എന്ന വിവരങ്ങൾ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് ഇന്ന് രാത്രി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം DCP ഓഫീസിൽ എത്താൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ കോഴിക്കോട് നഗരത്തിലും ഒപ്പം ജില്ലയിലെ വിവിധയിടങ്ങളിലും പ്രകടനങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം രാവിലെ വലിയ ഒരു പ്രതിഷേധ മാർച്ച് നടക്കാവിലെ IG ഓഫീസിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. നാളെ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കോഴിക്കോട് ജില്ലയിൽ എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്യാമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരും നാളെ ജില്ലയിൽ എത്താൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും അവരൊക്കെ ഇനിയും എത്തുകയും പ്രതിഷേധം കൂടുതൽ കടുത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പേരാമ്പ്ര വടകര മേഖലകൾ കേന്ദ്രീകരിച്ച് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഷാഫി പറമ്പിൽ എത്തിയ ശേഷം ആ മേഖലകളിലൊക്കെ വലിയൊരു ആവേശം പ്രകടമാവുകയും അദ്ദേഹത്തിനെതിരായി പലപ്പോഴും LDF പ്രവർത്തകരും CPM പ്രവർത്തകരും ഒക്കെ രംഗത്തെത്തുന്നു. അവരോട് നേരിട്ട് പോർവിളി നടത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വടകരയിലും മറ്റുമൊക്കെ അത് കണ്ടതാണ്. അത്തരത്തിൽ സംഘർഷത്തിന്റെ ഒരു തുടർച്ച വേണം ഇന്നത്തെ കാര്യങ്ങളെയും കരുതാൻ. എന്തായാലും ഒരു വശത്ത് LDF പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് അനീഷ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ